ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എന്തൊക്കെ നോക്കിയായിരുന്നു? പോളിനോമിയൽസ് എന്താണെന്ന് പഠിച്ചായിരുന്നു, പോളിനോമിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു, ഡിഗ്രി എന്താണെന്ന് പഠിച്ചായിരുന്നു, ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണെന്ന് പഠിച്ചായിരുന്നു, വാല്യൂ ഓഫ് എ പോളിനോമിയൽ പഠിച്ചായിരുന്നു, സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ പഠിച്ചു, പിന്നെ രണ്ട് തിയറം പഠിച്ചു, റിമൈൻഡർ തിയറം ഫാക്ടർ തിയറം എന്ന് പറഞ്ഞ രണ്ട് തിയറം പഠിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ ആണ് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ്. എന്താണ് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ്? ഓക്കെ, നിങ്ങൾ ഈ ഐഡന്റിറ്റീസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് മാത്തമെറ്റിക്കൽ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചൊരു ഐഡന്റിറ്റി ഞാൻ ഇവിടെ എഴുതിയാണ്. a plus b the whole square equal to a square plus 2ab plus b square. ഓക്കെ, ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇക്വേഷൻ ആണ് അല്ലെ. നിങ്ങൾ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീനിയറോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ, അതായത് ഈക്വൽ സൈൻ കാണും. അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേരിയബിൾസ് കാണും. ഓക്കെ, അതായത് ഇവിടെ വേരിയബിൾസ് ഉണ്ട്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലെ. അപ്പൊ ഒരു എന്താണ് ഇക്വേഷൻ ആകുമ്പോൾ അതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണും, റൈറ്റ് ഹാൻഡ് സൈഡും കാണും അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള വേരിയബിൾസ് ഉണ്ട് അല്ലെ. വേരിയബിൾസ് ഏതാണ്? എയും ബിയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഐഡന്റിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഓൾജിബ്രായിക് ഐഡന്റിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ എക്കും ബിക്കും നമുക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ LHS ഉം RHS എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. അപ്പൊ ഒരു ഇക്വേഷൻ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ 2x പ്ലസ് 3 ഈക്വൽ ടു 5 അല്ലെ. ഇവിടെ x ഈക്വൽ ടു 1 കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? ഈ ഇക്വേഷൻ എന്താണ് സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. LHS RHS ഈക്വൽ ആകത്തുള്ളൂ. പക്ഷെ ഒരു ഐഡന്റിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഐഡന്റിറ്റിയിലെ വേരിയബിൾസിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും LHS RHS എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ നോക്ക്, അവിടെ a ഈക്വൽ ടു 1 ഉം b ഈക്വൽ ടു 2 കൊടുക്കും. അത്രയും കിട്ടും. 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ എത്രയും കിട്ടും? 2 പ്ലസ് 1 എത്രയാണ്? സോറി, 2 പ്ലസ് 1 എത്രയാണ്? 3 സ്ക്വയർ അല്ലെ. ഇതാണ് LHS അല്ലെ. എത്രയും കിട്ടും? 9 എന്ന് കിട്ടും. RHS എത്രയും കിട്ടും അല്ലെ. നോക്ക്, എയുടെ വാല്യൂ എത്രയാണ്? 1 സ്ക്വയർ അല്ലെ. പ്ലസ് എന്താണ് RHS? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇതാണ് നമുക്ക് വെരിഫൈ ഉള്ളത്. പ്ലസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 പ്ലസ് b സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ അല്ലെ. എത്രയും കിട്ടും? 1 പ്ലസ് എത്രയും കിട്ടും? 4 പ്ലസ് എത്രയും കിട്ടും? 4 പ്ലസ് 4 പ്ലസ് 1 എത്രയും കിട്ടും? 9 കിട്ടും. കണ്ട, LHS RHS ഈക്വൽ ആയി. നമുക്ക് a ഈക്വൽ ടു 1 ഉം b ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം. ഇപ്പൊ എത്ര കിട്ടും? LHS എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ എത്രയും കിട്ടും? 2 സ്ക്വയർ ഈക്വൽ എത്രയും കിട്ടും? 4 എന്ന് കിട്ടും. RHS എത്രയും കിട്ടും? 1 സ്ക്വയർ പ്ലസ് അല്ലെ. ഇപ്പൊ 1 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് എത്രയും കിട്ടും? 1 അല്ലെ. ഇൻറ്റു 1 അല്ലെ. ഇവിടെ 2ab അല്ലെ. 2 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പൊ 1 പ്ലസ് 2 പ്ലസ് 1 എത്രയും കിട്ടും? ആൻസർ 4 എന്ന് കിട്ടും. നമ്മൾ ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് എന്താണ് പറഞ്ഞത്? അതായത് LHSന് ഒരു ഇക്വേഷൻ കാണാം. അതിന്റെ വേരിയബിൾസിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും LHS RHS എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. അതിനെയാണെന്ന് പറയുന്നത് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് കുറച്ച് അധികം 10-12ഓളം ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് പഠിക്കാനുണ്ട്. ഓരോ സെറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു സെറ്റ് ഉണ്ട്, 4 ഐഡന്റിറ്റീസ് പഠിക്കാം. നിങ്ങൾ പഠിച്ചതാണ്. നമുക്കൊന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് അല്ലെ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും എനിക്ക്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലെ. രണ്ടാമത്തെ ഐഡന്റിറ്റി a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും എനിക്ക്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. മൂന്നാമത്തെ ഐഡന്റിറ്റി എന്താണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്ന് എഴുതാൻ പറ്റും. നാലാമത്തെ ഐഡന്റിറ്റി എന്താണ്? x പ്ലസ് a ഇൻറ്റു x പ്ലസ് ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ 4 ഐഡന്റിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3x പ്ലസ് 4y ദ ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3x മൈനസ് 4y ദ ഹോൾ സ്ക്വയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ x/2 മൈനസ് y/3 ദ ഹോൾ സ്ക്വയർ. നാലാമത്തെ ക്വസ്റ്റ്യൻ 2x മൈനസ് 1/3x ദ ഹോൾ സ്ക്വയർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ x പ്ലസ് 5 ഇൻറ്റു x മൈനസ് 3. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ഏത് ഐഡന്റിറ്റി വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അതിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. 3x പ്ലസ് 4y ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഏത് ഐഡന്റിറ്റിയാണ് നമുക്ക് കണ്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞിട്ടുള്ള 4 ഐഡന്റിറ്റീസ് ഉണ്ട് അല്ലെ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ,
എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി. നോക്കിയേ ഇത് എ ഇത് ബി ആയിട്ട് എടുക്കാം അല്ലെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ ആ ഐഡന്റിറ്റി ആണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. ഇവിടെ എ എന്ന് പറഞ്ഞേക്കുന്നത് എത്രയാണ്? ഫസ്റ്റ് കണ്ടീഷൻ അല്ലെ 3x. ബി എന്ന് പറഞ്ഞേക്കുന്നത് എത്രയാണ്? 4y അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 3x പ്ലസ് 4y ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പറഞ്ഞേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3x അല്ലെ. ഇവിടെ രണ്ട് ടേം ഉണ്ട്, 3x ഉണ്ട്. അപ്പൊ ഹോൾ സ്ക്വയർ ഇടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. അത് മറക്കരുത്, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x അല്ലെ. ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4y പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4y ദ ഹോൾ സ്ക്വയർ അല്ലെ. ഇവിടെ 4y ദ ഹോൾ സ്ക്വയർ. നിങ്ങൾ ബ്രാക്കറ്റ് ഇടാനായിട്ട് മറക്കരുത്. ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? മിസ്റ്റേക്ക് പറ്റുന്നത്. ഓക്കെ. 3 ന്റെ സ്ക്വയർ എത്രയാണ്? 9. ഇതിന്റെ സ്ക്വയർ എങ്ങനെയാണ് എടുക്കുന്നത്? ബ്രാക്കറ്റിനകത്ത് ഇതുണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെ സ്ക്വയർ എടുക്കുക. 3 ന്റെ സ്ക്വയർ 9. എക്സിന്റെ സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയർ. ഇത് എത്രയാണ് കേട്ടോ? 2 into 3 6. 6 into 4 24 അല്ലെ. 24x5 പ്ലസ് എത്രയാണ് കേട്ടോ? 4 ന്റെ സ്ക്വയർ എത്രയാണ്? 60 y സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് പറഞ്ഞിരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേ 3x minus 4y the whole square അല്ലെ. 3x minus 4y the whole square. അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റിയാണ്? ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിറ്റി ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. നോക്കിയേ a minus b the whole square അല്ലെ. a minus b the whole square നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a minus b the whole square equal to a square minus 2ab പ്ലസ് എത്രയെന്ന് എഴുതാൻ പറ്റും? ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ a എത്രയാണ്? 3x. b എത്രയാണ്? 4y. നിങ്ങൾ ഇവിടെ മൈനസ് 4y എടുക്കരുത്, കാരണം നമ്മൾ ഏത് ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്തേക്കുന്നത്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ എയും പോസിറ്റീവായിട്ട് എടുക്കുക, ബിയും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഓക്കെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 3x minus 4y the whole square equal to പറഞ്ഞേ എങ്ങനെ എഴുതാൻ പറ്റും? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3x the whole square അല്ലെ. മൈനസ് 2ab എന്ന് പറഞ്ഞാൽ എത്രയാണ്? a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x അല്ലെ. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4y പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4y the whole square എന്ന് കിട്ടും. ഓക്കെ, കിട്ടുമല്ലോ. അപ്പൊ 3 ന്റെ സ്ക്വയർ എത്രയാണ്? 9x സ്ക്വയർ മൈനസ് 2 into 3 6. 6 into 4 എത്രയാണ്? 24xy പ്ലസ് എത്രയാണ്? 16y സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? x/2 മൈനസ് y/3 ദ ഹോൾ സ്ക്വയർ അല്ലെ. ഇത് ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് എത്രയാണ്? ബി സ്ക്വയർ അല്ലെ. a എത്രയാണ്? x/2. b എത്രയാണ്? y/3 അല്ലെ. എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ? x/2 മൈനസ് y/3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് കിട്ടും പറഞ്ഞേ? a സ്ക്വയർ എത്രയാണ്? x/2 the whole square അല്ലെ. മൈനസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാണ്? x/2 ഇൻറ്റു b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? y/3 അല്ലെ. പ്ലസ് എത്രയാണ്? y/3 the whole square അല്ലെ. ഇനി x ന്റെ സ്ക്വയർ എത്രയാണ്? x സ്ക്വയർ ബൈ 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4 മൈനസ് ഇത് 2 2 ക്യാൻസൽ ആവും. ബാക്കി എത്രയാണ് കിട്ടും? ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ അറിയാലോ. ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. x ഇൻറ്റു y എത്രയാണ്? xy ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഒന്നുമില്ല, അപ്പൊ 3 പ്ലസ് എത്രയായിട്ട്? y സ്ക്വയർ y സ്ക്വയർ ബൈ 3 ന്റെ സ്ക്വയർ എത്രയാണ്? 9. ഓക്കെ. ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 2x മൈനസ് 1/3x ദ ഹോൾ സ്ക്വയർ. അപ്പൊ a എത്രയാണ്? a ഈക്വൽ ടു 2x അല്ലെ. അപ്പൊ ഇതേതാണ് ഇവിടെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ തന്നെയാണ് അല്ലെ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. ഇവിടെ a എന്ന് പറഞ്ഞാൽ 2x, b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x അല്ലെ. അപ്പൊ 2x മൈനസ് 1/3x ദ ഹോൾ സ്ക്വയർ ഈക്വൽ എങ്ങനെ എഴുതാൻ പറ്റും? 2x ദ ഹോൾ സ്ക്വയർ അല്ലെ. മൈനസ് 2 ഇൻറ്റു ബാക്കി എത്രയാണ്? a എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3x പ്ലസ് എത്രയാണ്? 1/3x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4. ഇത് എത്രയായിട്ടും? x സ്ക്വയർ മൈനസ് 2 into 2 4. x ക്യാൻസൽ ആവും അല്ലെ. മൈനസ് എത്രയായിട്ടും? മൈനസ് എത്രയായിട്ടും? 4/3 അല്ലെ. പ്ലസ് എത്രയായിട്ടും? 1 ന്റെ സ്ക്വയർ 1, 3 ന്റെ സ്ക്വയർ 9, x ന്റെ സ്ക്വയർ എത്രയായിട്ടും? x സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണുള്ളത്? x plus 5 into x minus 3 അല്ലെ. ഏത് ഐഡന്റിറ്റിയാണ് നോക്കിയേ. ഇവിടെ x plus a into x plus b എന്ന് പറയുന്ന ഐഡന്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അല്ലെ. നമുക്കറിയാം x plus a into x plus b നമുക്ക് എന്ത് എഴുതാൻ പറ്റും പറഞ്ഞേ? x സ്ക്വയർ
പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എത്രയാണ് കിട്ടും എ ബി അല്ലേ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ് അറിയണൊക്കെ തന്നേക്കുന്നത് എ എത്രയാണ് നോക്കുക, എ എത്രയാണ് ഇവിടെ 5, ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് -3 അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു എത്രയാണ് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് എ എത്രയാണ് 5 അല്ലെ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് -3 ഇൻറ്റു എക്സ് പ്ലസ് എത്രയാണ് കിട്ടും 5 ഇൻറ്റു -3 അല്ലെ. എത്രയാണ് കിട്ടും എക്സ് സ്ക്വയർ 5 - 3 എത്രയാണ് പ്ലസ് 2x മൈനസ് എത്രയാണ് കിട്ടും 15 എന്ന് കിട്ടും. അപ്പൊ അടുത്തത് ഫൈൻഡ് ദ പ്രോഡക്ട്സ്. അപ്പൊ കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്, 2x plus 3y into 2x minus 3y അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2x plus 3y into 2x minus 3y. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വരാൻ പറ്റും അല്ലെ. പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസ് രണ്ടെണ്ണേ ഉള്ളൂ. പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 4 എണ്ണം എഴുതാൻ പറ്റും. കാരണം നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ പ്ലസ് ബി ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും, എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാൻ പറ്റും, എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഇതൊക്കെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എങ്ങനെ എഴുതാൻ പറ്റും, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലെ. അടുത്തത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. 2x plus 3y into 2x minus 3y. നോക്കിയേ 2x plus 3y. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടും ഒരേ വാല്യൂസ് ആണല്ലേ, 2x 3y 2x 3y അങ്ങനെ വരുന്ന ഏതാണ്ട് 2x അല്ലെ. ഇവിടെ ഉണ്ട്, ഇത് a പ്ലസ് ബി ആണ്, ഇവിടെ a പ്ലസ് ബി ആണ്. പക്ഷെ രണ്ടും നോക്കി, ഇവിടെ രണ്ടും ഡിഫറന്റ് സൈൻ ആണ്. അപ്പൊ ഏത് എടുക്കാൻ പറ്റും എനിക്ക്, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞേക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഏത് ഐഡന്റിറ്റി നമ്മൾ യൂസ് ചെയ്യണം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്യണം അല്ലെ. എന്തെന്ന് എഴുതാൻ പറ്റും, പ്രോഡക്റ്റ് ആണ് അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ എന്തെന്ന് എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് എന്തെന്ന് എഴുതാൻ പറ്റും, ബി സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ 2x, ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് 3y അല്ലെ. ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2x plus 3y into 2x minus 3y ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 2x. ഇപ്പൊ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ. ഇപ്പൊ എ സ്ക്വയർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈം ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് കൊടുക്കണം. 2x സ്ക്വയർ മൈനസ് എത്രയാണ് എഴുതാൻ പറ്റും, 3y ദ ഹോൾ സ്ക്വയർ. 2 ന്റെ സ്ക്വയർ എത്രയാണ് 4, x സ്ക്വയർ മൈനസ് എത്രയാണ് 9y. കിട്ടിയ നമുക്ക് ആൻസർ കിട്ടിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് എടുത്ത് നോക്കാം അല്ലെ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ അതിനെങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, ഇതിന് ഈ രണ്ടെണ്ണം ചേർത്ത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ മൈനസ് അല്ലെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എത്രയാണ് 1 സ്ക്വയർ ആണ് അല്ലെ, ഇൻറ്റു എന്തെന്ന് എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1. ഇവിടെ ഏതാണ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ ഇത് എത്രയായിട്ടും എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ തന്നെ 1 തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാണ് ഇങ്ങനെ കിട്ടിയെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1. ഇങ്ങനെ നോക്കിയേ, ആദ്യത്തെ രണ്ടെണ്ണം എടുത്തേ. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് അല്ലെ. നമുക്ക് ഇവിടെ എ എക്സ് സ്ക്വയർ ആയിട്ടും ബി 1 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, എക്സ് സ്ക്വയർ അല്ലെ. നമ്മുടെ എന്താണ് എഴുതുന്നത്, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണ് എടുത്തത്, എക്സ് സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് എടുത്തത്, 1 ആയിട്ടാണ് എടുത്തത് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്, എ എന്ന് പറഞ്ഞേക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കണം അല്ലെ, എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് എത്രയാണ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് കിട്ടും, എക്സ് റൈസ് ടു 4 പ്ലസ് എത്രയാണ് കിട്ടും 1 എന്ന് കിട്ടും അല്ലെ. എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എത്രയാണ് കിട്ടും, എക്സ് റൈസ് ടു 4 മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1 എന്ന് കിട്ടും. വീണ്ടും നോക്കിയേ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എക്സ് റൈസ് ടു 4 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എത്രയാണ് കിട്ടും,
എക്സ് ഇതെങ്ങനെയാണ് എ റൈസ് ടു എം ഓൾ റൈസ് ടു ആണ് അല്ലേ? എ റൈസ് ടു എം ഓൾ റൈസ് ടു എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എം എൻ അല്ലേ? അതായത് ഇത് തമ്മിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 into 2 എന്ന് പറഞ്ഞാൽ എത്രയും നേട്ടം 8 മൈനസ് എത്രയും നേട്ടം 1 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് 1/x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4. എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ടെണ്ണം എടുക്കണം അല്ലെ? ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ മൈനസ് എത്രയെന്ന് എഴുതാൻ പറ്റും? ബി സ്ക്വയർ അല്ലെ? ഇൻറ്റു എത്ര എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് എത്രയെന്ന് എഴുതാൻ പറ്റും? 1/x സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4 എന്ന് എഴുതി അല്ലെ? ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, ബാക്കി രണ്ടെണ്ണം ചെയ്ത് അത് കണക്ക് എഴുതി അല്ലെ? അപ്പൊ നോക്കിയേ, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എത്രയാണ്? 1. എക്സിന്റെ സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4. അടുത്ത് എന്ത് ചെയ്യണം? ആദ്യ രണ്ടെണ്ണം എഴുതണം അല്ലെ? ഇവിടെ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ ബാക്കി ഇനിയുള്ള ഏതാണ്? ഇനി ഒന്നും എഴുതാത്ത ഏതാണ്? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇതേ കണക്ക് ഇങ്ങനെ എഴുതാം അല്ലെ? എക്സ് റൈസ് ടു 4 പ്ലസ് 1/x റൈസ് ടു 4. അപ്പൊ ഇതിന് എത്ര കിട്ടും? 2 into 2 4 x raised to 4 minus 1/x square the square എത്രയാണ്? x raised to 4 into x raised to 4 plus എത്രയാണ് കിട്ടും? 1/x raised to 4 എന്ന് കിട്ടും അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഇവിടെ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. a എന്ന് പറഞ്ഞാൽ എത്രയാണ്? x raised to 4 ആണ് അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് എന്തെന്ന് എഴുതാം? ബി സ്ക്വയർ 1/x raised to 4 the whole square എന്ന് എഴുതാം അല്ലെ? x raised to 4 the whole square എന്നാണ് a raised to m ഫോം ആണ്. x raised to 8 minus 1 the square 1 x raised to 4 സ്ക്വയർ എത്രയാണ് കിട്ടും? x raised to 8 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ 3 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. നാലാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2x plus y into 2x minus y into 4x square plus y square. ഇതെങ്ങനെ ചെയ്യാം? a plus b into a minus b ഫോമിലാണ്. അപ്പൊ a square minus b square എന്ന് എഴുതാം. അപ്പൊ 2x whole square minus എത്രയാണ് കിട്ടും? y square into എത്രയാണ് കിട്ടും? 4x square plus എത്രയാണ് കിട്ടും? y square കിട്ടും അല്ലേ? എത്രയാണ് കിട്ടും? 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4x square minus y square into എത്രയാണ് കിട്ടും? 4x square plus y square അല്ലേ? ഇതാണ് ഏതാണ്? a square minus a minus b into a plus b ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റും? a square minus b square എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എത്രയാണ് കിട്ടും? 4x square the whole square minus y square the whole square അല്ലേ? 4 ന്റെ സ്ക്വയർ എത്രയാണ്? 16. x square ന്റെ സ്ക്വയർ എത്രയാണ്? x raised to 4 minus എത്ര കിട്ടും? y square ന്റെ 4 y raised to 4 എന്ന് കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. x minus y by 5 minus 1 into x plus y by 5 plus 1 അല്ലെ? ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കി, ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഇവിടെ ഏതൊക്കെയാണ് നെഗറ്റീവ്? ഈ രണ്ട് ടേം ആണ് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് നമ്മൾ ഒരു രണ്ട് ടേമിൽ അല്ലെങ്കിൽ ടേമിൽ നമ്മൾ ഇതിന് രണ്ടിന് ഞാൻ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയെന്ന് കിട്ടും? എക്സ് മൈനസ് ഇതിന് എനിക്ക് y by 5 എന്ന് കിട്ടൂലേ? പ്ലസ് 1 എന്ന് കിട്ടും അല്ലെ? എങ്ങനെയാണ് നെഗറ്റീവ് കോമൺ എടുക്കുക? നെഗറ്റീവ് കോമൺ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഉള്ളതെല്ലാം പോസിറ്റീവ് ആവും, പോസിറ്റീവ് ഉള്ളതെല്ലാം എന്താവും? നെഗറ്റീവ് ആവും. നമുക്ക് രണ്ട് നെഗറ്റീവ് ആയിട്ട് രണ്ടും എന്തായി? പോസിറ്റീവ് ആയി. ഇൻറ്റു എന്തെന്ന് കിട്ടും? എക്സ് പ്ലസ് y by 5 പ്ലസ് 1 എന്ന് കിട്ടും. കിട്ടൂലേ? ഓക്കെ, ഇത് ബാക്കി നോക്കാം. ഇപ്പൊ a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആയി അല്ലേ? ഓക്കെ, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? a എന്ന് പറഞ്ഞാൽ എക്സും b എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ടേം അല്ലേ? ഈ രണ്ട് ടേം കൂടെ y by 5 പ്ലസ് 1 അല്ലേ? ഇപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? a സ്ക്വയർ a മൈനസ് ബി എ പ്ലസ് ബി എങ്ങനെ എഴുതാൻ പറ്റും? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ട് ടേം കൂടെ ഉണ്ട്. അപ്പൊ y by 5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? അത് എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? y by 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു y by 5 ഇൻറ്റു 1 പ്ലസ് എത്രയാണ്? 1 സ്ക്വയർ. എത്രയാണ് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് y സ്ക്വയർ ബൈ 25 പ്ലസ് 2y by 5 പ്ലസ് എത്രയാണ് കിട്ടും? 1. ഇനി എന്ത് ചെയ്താൽ മതി? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് y സ്ക്വയർ ബൈ 25 മൈനസ് 2y by 5 പ്ലസ് എത്ര? സോറി മൈനസ് എത്രയാണ് കിട്ടും?